എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ്. എഗ്ഗ് റോസ്റ്റാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3 മുട്ടയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. അത് നന്നായിട്ട് അടിച്ച് അതിൽ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പ പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം വേണം ഒഴിക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് ഇതിൽ വരും. ഫുള്ളത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് നമ്മൾ സാധാരണ എഗ്ഗ് റോസ്റ്റ് ചെയ്യുന്ന മാതിരി ഒത്തിരി അങ്ങ് ചെറുതായിട്ട് ഉടയ്ക്കുകയൊന്നും വേണ്ട. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ എഗ്ഗ് ഇരിക്കും. അതുകൊണ്ട് ഒത്തിരി നമ്മളത് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് വഴറ്റാനുള്ളതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിന് വേണ്ടിയുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് സെയിം ഫ്രൈ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് വേണ്ടിയുള്ള മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചത് മാറ്റി വെച്ചിരിക്കുന്നു. ഇനിയും കുറച്ച് വെളിച്ചെണ്ണ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു. നേരത്തെ കുറച്ച് ഒഴിച്ചേക്കുന്ന കാരണം ഞാനിപ്പോൾ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് കടുകിട്ടു. അതിനുശേഷം സവാള അരിഞ്ഞു വെച്ചത് അതിലേക്ക് ആഡ് ചെയ്തു. സവാള ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ട അടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി ഇടിച്ചതും വെളുത്തുള്ളിയും ആഡ് ചെയ്തു. ഒരു പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇനി മസാല ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി. നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ റെഡിയായി. നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ട്രൈ ചെയ്യുന്ന പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. പിന്നെ 3 എഗ്ഗ് മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നാലും നന്നായിട്ട് എമൗണ്ട് ഉള്ള പോലെ നമുക്ക് തോന്നും.
നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ മസാലയും എഗ്ഗും കൂടി നന്നായിട്ട് ചേരുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല എഗ് റോസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് നമ്മളെ എഴുതി അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.